ഇരിക്കും ഇരിക്കും. എന്താ സുഖം? ശരിയാ, നിന്നോട് നല്ല സുഖമുണ്ടല്ലേ? ആ നല്ല സുഖമുണ്ട്. പക്ഷെ ഡോക്ടറെ, ഈ സുഖമൊന്നും പുറത്തില്ല കേട്ടോ, ഭയങ്കര ചൂടാ. അതല്ലടോ, എന്താ തന്റെ അസുഖം? ഇക്കൊരസുഖമില്ല. പിന്നെ ആർക്കാടോ അസുഖം? ഇവനെ താൻ എണീക്കടോ, ഇരിക്കടോ. ആ, ഇനി താൻ പറ. ഭയങ്കര വയർ വന്നിട്ട് വീർത്തിട്ട് ഗ്യാസ് അതൊന്നും എന്താ അറിയില്ല. അവിടെ ഇവിടെ ഒക്കെ വേദന, തലവേദന ഒന്ന് പറയണ്ട സാറ്. എരിച്ചലും പുരിച്ചലും തേട്ടലും ഒക്കെ ഉണ്ട് സാറ്. എന്താ അറിയില്ല. കുറെ ഡോക്ടർമാരെ കാണിച്ചു സാറേ, ഒരു കുറവില്ല. അവസാനം കണ്ട ഡോക്ടർ നല്ല ഡോക്ടറായിരുന്നു, പക്ഷെ അയാള് സംസാരക്ക് മനസ്സിലായില്ല. അതെന്താ, ഡോക്ടർ ബംഗാളിയാ? അല്ലല്ല, മലയാളി തന്നെയാണ്. പക്ഷെ അയാൾ എന്തോ ഒരു കോപ്പൊക്കെ എടുത്തിട്ട് അതിന്റെ പേപ്പറായിട്ട് ചെല്ലാൻ പറഞ്ഞേ. എന്തോ കോപ്പല്ലടോ, എൻഡോസ്കോപ്പി. ചുമക്കുന്നുണ്ടോ? ചുമക്ക് ഇവൻ ചുമക്കണില്ല സാറേ, ഇവനെ ചുമക്കണ ഞാനാണ്. കുറെ കാലായി. താൻ പുറത്ത് പേഷ്യന്റ് ആരെങ്കിലും വന്നിട്ടുണ്ടോ നോക്കിയേ. പേഷ്യന്റ് ഡോറൊന്ന് ലോക്ക് ചെയ്തോളൂ. താൻ എന്താ ചെയ്യണേ? ഡ്രൈവറാണ്. ഭക്ഷണമൊക്കെ നേരത്തിന് കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഓട്ടങ്ങളൊക്കെ പോകുമ്പോഴേ പറ്റാറില്ല. ജോലിയാണ് പ്രശ്നം. ജോലി മാറേണ്ടി വരും. അതെ സാറേ, ഞാൻ പിന്നെ കൊറേ ജോലിയൊക്കെ ഒന്ന് മാറ്റിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കണത്. പിന്നെ വല്ല മീൻ കച്ചവടം പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നല്ല പച്ചക്കറിയാ, ബേക്കറിയാ, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ പിന്നെ ഉദ്ദേശിക്കണത്. ബേക്കറി തീരെ പറ്റില്ല. അതെന്താ സാറേ? മീൻ കച്ചവടം ആകുമ്പോ ഉറക്കം നഷ്ടപ്പെടും. പലചരക്ക് ബേക്കറി അങ്ങനത്തെ കച്ചവടം ആകുമ്പോൾ ഉള്ള കുഴപ്പം എന്താ വെച്ചാൽ, ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ എന്റെ ഭക്ഷണ സമയത്താവും ചിലപ്പോൾ കസ്റ്റമർ വരിക, ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാനും പറ്റില്ല. അതും പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യാം, ഒരു 2-3 ജോലി ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. 1 പെയിന്റിങ്, 2 പടവ്, 3 കൽപ്പണി. ഈ 3-ൽ ഏതാന്ന് വെച്ചാൽ എനിക്ക് തീരുമാനിക്കാം. അല്ല സാറേ, ഈ ജോലിക്കൊക്കെ ഇപ്പൊ എന്താ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത കൃത്യനിഷ്ഠത. കാലത്ത് 10 മണിക്ക് ചായ, 1 മണിക്ക് ചോറ്, ഒരു റെസ്റ്റ് കിട്ടും. 4 മണിക്ക് വീണ്ടും ചായ, അത് കഴിഞ്ഞാൽ 5 മണിക്ക് പണി കഴിഞ്ഞു, അതിനുശേഷം ഫുൾ റെസ്റ്റ്. അതായത് ഈ ജോലിക്കൊക്കെ കൃത്യസമയത്ത് ഭക്ഷണം, ഉറക്കം നഷ്ടപ്പെടില്ല.